നീ എന്തെടുക്കാൻ ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം. എനിക്കറിയാം എന്തൊക്കെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പറാണ്. ചേച്ചി കമ്പനിയാണ്, അതാണ് അവിടെയാണ് പോയിന്റ്. അല്ലേ, ഞങ്ങള് മേക്കപ്പിനെക്കാളും ഇവിടെ ചിരിച്ചിട്ട് മനുഷ്യന് ഇവിടെ നേരെ നിക്കാൻ പറ്റുന്നില്ല. ഹായ്, എന്റെ പേര് ഷാലു, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങൾ ഇന്നൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന്. എങ്ങനെയെങ്കിലും ഒരു മോഡൽ സെറ്റ് ആക്കണം, ഒരു ഷൂട്ട് എടുക്കണം. കാരണം ഫോട്ടോഗ്രാഫർ എപ്പോഴും അവൈലബിൾ ആവില്ല. ഫോട്ടോഗ്രാഫർ ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. വീട്ടിലില്ല ആള് ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുന്നു, ബഹളം വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരുന്നു. അതുകൊണ്ട് നാളെ പ്ലാൻ ചെയ്യാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ നാളെ പുള്ളിക്കാരത്തി പോവാണ്. എന്ന് വെച്ചാൽ നാളെ വേറെ വർക്കുണ്ട് അവർക്ക്. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് എടിപിടി എന്നും പറഞ്ഞുകൊണ്ടൊരു ഷൂട്ട് പ്ലാൻ ചെയ്തു. സാരിയൊക്കെ സെറ്റാക്കി, ബ്ലൗസൊക്കെ കറക്റ്റ് ആവുമെന്ന് പോലും അറിയില്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് അങ്ങ് സെറ്റായി. ഇപ്പൊ ഞങ്ങള് ഷൂട്ടിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഷൂട്ടിന് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് ശരത്കുമാർ, ഞങ്ങളുടെ എഡിറ്റർ. ഇതിന്റെ ഫുൾ ഐഡിയ പുള്ളിക്കാരന്റെയാണ്. ലൊക്കേഷൻ, ഞങ്ങളുടെ സ്ഥലം കൊല്ലമാണ്. ഇപ്പൊ ലൊക്കേഷൻ ഇവിടെ ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തില് വയലും ഒരമ്പലവും അങ്ങനെയായിട്ടൊരു ലൊക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഒരു ട്രഡീഷണൽ വൈബിലൊരു ഷൂട്ട് ആണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഹിന്ദു ബ്രൈഡാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു സൈഡ് പിടിച്ച് ഒരു ചെറിയൊരു ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. ഷൂട്ട് എന്തായാലും ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പണ്ട് ഒരു മിനി പ്രൊഫഷണൽ, ഇപ്പോൾ മാക്സ് പ്രൊഫഷണൽ. അത് ക്യാമറ വെള്ളത്തിൽ അതുപോലെ ബ്രൈഡ് എങ്ങനെ പോകുന്നു അതുപോലെ ക്യാമറ. ഓർഡർ ശാലി. ഇതാണ് അവസ്ഥ. ഇതാണ് മേക്കപ്പ് ചെയ്യുന്ന കുറിച്ച്. ഇവള് നമ്മളെ ഷൂട്ട് എടുക്കാൻ നമ്മൾ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. കാണും കേറുന്നു. ദൈവമില്ലായിരുന്നെങ്കിലും അത് ആ സ്കീമാണ്. മാരും ഇല്ലായിരുന്നു. ഓരോ ജോലി ചെയ്യും. പക്ഷെ അത് ഒരുമിച്ച് ചെയ്യുന്നത്, ഇപ്പൊ ചെയ്യുന്നത് ഈ വ്ലോഗ് എടുക്കുന്ന മാത്രം നമ്മൾ എല്ലാവരും ഒരുമിച്ച്. പക്ഷെ ആദ്യം ചെയ്തത് ഞാൻ കഷ്ടപ്പെട്ട്, പിന്നെ മാല് കഷ്ടപ്പെട്ട്, കഷ്ടപ്പെടാം, എല്ലാരും കഷ്ടപ്പെടും.
അതാ പിന്നെ ആ കുഞ്ഞും കഷ്ടപ്പെടും. എന്താന്ന് പറഞ്ഞാ ഇത് പൊട്ടി ഇനി എന്ത് ചെയ്യും? അതിവിടെ കൊരിക്കുന്നയാ. ഈ ബ്രൈഡ് കൊച്ചാ എന്തോ ഒരു കളഞ്ഞു. ഞാനല്ല എന്നെ ഇവിടെ ഇരുത്തിയത് നിങ്ങളെ. കൈ ഒഴിഞ്ഞിരിക്കുന്നു. അതെ, എല്ലാരും കൈ ഒഴിയും. ഇരുത്തിയവരുടെ കുറ്റം ഞാനല്ല. ഓരോരോ ഞാൻ ഉണ്ടാക്കി വെക്കുന്ന മെനക്കേടുകളെ കണ്ടുപിടിക്കുന്നു. ഇത്രേ ഉള്ളൂ. അതാ ഇത്ര ഉള്ളത്. ഇതൊക്കെ നിസ്സാരമല്ലേ ശാലു? നിസ്സാരം. അതെ. കൂൾ. കണ്ണൊക്കെ തടച്ചിട്ട് പറ. കണ്ണ് കണ്ടോ? പിന്നെ രണ്ട് ഉറുമ്പ് അടിച്ചേനാ അവിടെ ഉറുമ്പ് അടിച്ച് കാണിച്ചു. ബ്രൈഡിന്റെ കയ്യില് ഇതൊക്കെ വേണം ഹൈലൈറ്റ് ആയിട്ട് വെക്കാൻ. ഞാൻ എന്താ ഇപ്പൊ കേട്ടോ? സെൽഫി എടുത്താലോ? എടുക്കാം. ഷാലു ഇവിടെ ഒന്ന് ഉരുണ്ട് വീഴണം. ഞാൻ വീഴില്ല എന്തായാലും. സെറ്റല്ലേ? അതെ, ഞങ്ങളുടെ ഷൂട്ട് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഷൂട്ടിന്റെ എല്ലാ വിവരങ്ങളും അവൾക്ക് അത് മാത്രമേ ഇപ്പൊ പറയാനുള്ള ആരോഗ്യമുള്ള തോന്നുന്നു. അവൾക്കിപ്പം അതിന്റെ ആരോഗ്യം മാത്രമേ ദൈവം ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ബാക്കിയെല്ലാം ആക്ഷൻ ഇന്നത്തെ കഴിഞ്ഞു. അതെ, പക്ഷെ ഞങ്ങൾക്ക് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കുട്ടി. ഇന്നത്തെ ഷൂട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഇത്രയും വൈകി. അപ്പൊ ഞങ്ങൾക്ക് ഇനി വീട്ടിൽ പോകണം. ഒരു കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കണം. ഇത് ഫുള്ള് മേക്കപ്പ് ഒക്കെ അഴിച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് ഇനി പഴയ ഞാൻ കണ്ട രൂപത്തിലാക്കി വീട്ടിൽ പറഞ്ഞയക്കണം. സേഫായിട്ട് ഇനി അവളെ വീട്ടിൽ കൊണ്ടാക്കണം. ഇത് ഷൂട്ട് പഴയ പോലെ ഇത് വേണ്ട കേട്ടോ, ആൾക്കാർ മേടിക്കും. പഴയ കോലം കണ്ടു കഴിഞ്ഞാൽ ഇല്ല, അത്യാവശ്യം നല്ല കുട്ടിയാണ്. ഞങ്ങൾ നല്ലപോലെ കൊണ്ടുവരും. ഞങ്ങൾ എന്ത് പറയുന്നു അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിന്നൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് അത്രയും സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. മലു എന്താണ് അഭിപ്രായം ഇവിടെ അതെ, ഞങ്ങളുടെ ഷൂട്ടിന്റെ അഭിപ്രായം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് സൂപ്പർ ആയിരുന്നു. ചേച്ചിമാരെല്ലാം നല്ല വൈബാണ്. ക്യാമറാമാനും വൈബായിരുന്നു. അങ്ങനെയല്ല ചേച്ചി. മറ്റേ സംഭവം പോലുണ്ട്. ഇവര് രണ്ടും കൂടെ നോക്കിയാറും വീഴും. പടച്ച് മോഡലും കൂടെ വെള്ളത്തിൽ വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മിക്കവാറും ആരെങ്കിലും ഒരാളെ വീഴും. ഇത് ഏത് ജില്ലയിൽ ഇനി ശാരി ഇങ്ങോട്ട് മര്യാദക്ക് ഇറങ്ങി. നിന്നെപ്പോലെ സിംഗപ്പെണ്ണ് ഇങ്ങനൊക്കെ. അതാ സിംഗപ്പെണ്ണേ, സിംഗപ്പെണ്ണേ. നമുക്ക് ബീച്ച് ഇട്ട് കൊടുക്കണം കേട്ടാ.